ഹലോ എല്ലാവർക്കും നമസ്കാരം. കാതൂർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നടനും സംവിധായകനുമായിരുന്ന ഭാഗ്യരാജ് മരിച്ചപ്പോൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ പോകാതിരുന്നതിന്റെ കാരണം വെളിപ്പെടുത്തി നടി ഉർവശി. എപ്പോഴും തമാശ പറഞ്ഞ് ചിരിക്കുന്ന ഭാഗ്യരാജ് സാറിന്റെ മുഖമാണ് മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. കോട്ടും സ്യൂട്ടും ധരിച്ച് അഴകോടെ ഓടി നടക്കുന്ന ദൃശ്യം ഇപ്പോഴും മനസ്സിലുണ്ടെന്നും അദ്ദേഹം മരിച്ചു കിടക്കുന്നത് കാണാനുള്ള ധൈര്യമില്ലെന്നും ഉർവശി പറയുന്നു. ഏറെ അടുപ്പമുണ്ടായിരുന്ന സിൽക്ക് സ്മിത മരിച്ചപ്പോഴും നേരിൽ പോയി കാണാൻ ധൈര്യപ്പെട്ടിട്ടില്ലെന്നും ഉർവശി പറയുന്നു. ഭാഗ്യരാജ് സാറിന്റെ മരണമറിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയെങ്കിലും വഴിമധ്യേ ആ ദൃശ്യം കാണാനുള്ള മനഃശക്തി ഇല്ലാതെ തിരിച്ചു പോരുകയായിരുന്നുവെന്നും ഉർവശി പറയുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കേരള സ്റ്റൈൽ ഭക്ഷണം ഒരിക്കൽ പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് ഏക സങ്കടമെന്നും ഉർവശി നിറകണ്ണുകളോടെ കൂട്ടിച്ചേർക്കുന്നു. ഗലാട്ട തമിഴ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഉർവശി ഇക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത്. വ്യാജ വാർത്തയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇങ്ങനെയൊരു വാർത്ത പ്രചരിപ്പിക്കുന്നവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. ആദ്യം എനിക്ക് കോൾ വരുന്നത് ഒരു മീഡിയയിൽ നിന്നാണ്. ഭാഗ്യരാജ് സാർ മരിച്ചു, എന്താണ് താങ്കളുടെ പ്രതികരണം, ഞാൻ കണക്ട് ചെയ്യട്ടെ എന്ന് മുഖത്തടിച്ച പോലെ ചോദിക്കുകയായിരുന്നു. ഞാനപ്പോൾ ഒരു സിനിമയുടെ സെറ്റിലായിരുന്നു. എനിക്ക് അത് വിശ്വസിക്കാനായില്ല. ഉർവശിയുടെ വാക്കുകളിലേക്ക് പോകാം. വ്യാജ വാർത്തയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇങ്ങനെയൊരു വാർത്ത പ്രചരിപ്പിക്കുന്നവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. ആദ്യം എനിക്ക് കോൾ വരുന്നത് ഒരു മീഡിയയിൽ നിന്നാണ്. ഭാഗ്യരാജ് സർ മരിച്ചു, എന്താണ് താങ്കളുടെ പ്രതികരണം, ഞാൻ കണക്ട് ചെയ്യട്ടെ എന്ന് മുഖത്തടിച്ച പോലെ ചോദിക്കുകയായിരുന്നു അവരെന്നും ഉർവശി പറയുന്നു. ഞാനപ്പോൾ ഒരു സിനിമയുടെ സെറ്റിലായിരുന്നു. എനിക്ക് അത് വിശ്വസിക്കാനായില്ല. നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത്, പേരൊന്നും മാറിപ്പോയില്ലല്ലോ എന്ന് ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത് രാവിലെ അദ്ദേഹം പ്രഭാത സവാരിക്ക് പോയി വരുന്നതിനിടയിൽ ഹൃദയാഘാതം സംഭവിച്ചു എന്ന്. ഞാനാകെ തരിച്ചുപോയി. ഭാരതിരാജ സാറൊക്കെ വയ്യാതെ ഇരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ഇത്ര വലിയ ആഘാതമായില്ല. പക്ഷെ ഭാഗ്യരാജ് സാർ അങ്ങനെയായിരുന്നില്ലല്ലോ. എല്ലായിടത്തും ഓടി നടന്നിരുന്ന ഒരു മനുഷ്യൻ. എല്ലാ പരിപാടികൾക്കും വരും. ഞാൻ ഏതു കഥാപാത്രം ചെയ്താലും അദ്ദേഹത്തെ ഓർക്കും. ഞാനെത്ര അനായാസമായിട്ടാണ് ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുക അദ്ദേഹത്തെയാണ്. എനിക്ക് ലഭിച്ച ഓരോ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. അതെന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം ഭാഗ്യരാജ് സാർ അതുപോലെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. സാരിയുടുത്ത് എങ്ങനെ നടക്കണമെന്ന് വരെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. ഭാഗ്യരാജ് സാറിന്റെ മരണവാർത്തയറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് പിന്നിലും ദുരുദ്ദേശം ഉണ്ട്. ഞാൻ അവിടെ വന്ന് എന്റെ റിയാക്ഷൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ കൊടുക്കണം എന്നത് ഒരു നിർബന്ധ ബുദ്ധിയല്ലേ. എന്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പൊതുയിടത്തിൽ പ്രകടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നും ഉർവശി പറയുന്നു. ഭാഗ്യരാജ് സാറിന്റെ ആത്മാവിനറിയാം, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എന്നെ അറിയാം. എനിക്ക് അത് മതി. മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഇമോഷണൽ ഡ്രാമ കളിക്കേണ്ട ആവശ്യമില്ല. ചില നേരങ്ങളിൽ നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും ചിരിച്ചു സംസാരിക്കുന്നതാണ് സാറിന് ഇഷ്ടം. ഞാൻ കരയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം അങ്ങനെ കിടക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. എന്റെ മനസ്സിൽ നല്ല ഊർജ്ജസ്വലനായ സാറിന്റെ മുഖമാണുള്ളത്. നല്ല കോട്ടും ചൂട്ടുമൊക്കെ ഇട്ട് അഴകോടെ ഇരിക്കുന്ന മുഖം. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഭാഗ്യരാജ് സാറിനെ അവസാനമായി കാണാൻ പോകാതിരുന്നതിൽ എന്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആളുകൾ എന്തും വിചാരിച്ചോട്ടെ, എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ കാണാൻ കഴിയില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എന്റെ സാറിനെ എന്നെ അറിയാം, പൂർണിമയ്ക്ക് എന്നെ അറിയാം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ മാനേജർ അണ്ണൻ എന്നോട് പറഞ്ഞു, ഒന്ന് അവിടം വരെ പോകൂ, പുറത്തേക്കിറങ്ങണ്ട, അകത്തു തന്നെ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞു. പക്ഷെ CCTV ക്യാമറ പോലെ അവിടെയും നിറയെ ക്യാമറകൾ ഉണ്ടാകും എന്ന് എനിക്കറിയാം. അത് നേരിടാൻ എനിക്ക് കഴിയില്ല എന്നും ഞാൻ അന്ന് ഒരു വാർത്തയും കണ്ടില്ല എന്നും ഉർവശി പറയുന്നു.